ഈ സംഘപരിവാർ പ്രവർത്തകർ ഒറ്റ ബുദ്ധികളാണെന്നൊരു സംസാരമുണ്ട്. ആദ്യമൊക്കെ കരുതിയത് അവരോട് ദേഷ്യമുള്ള ആരോ പറഞ്ഞുണ്ടാക്കിയ ഒന്നാണ് ഇതെന്നാണ്. കാരണം അവരും മറ്റു പാർട്ടിക്കാരെക്കുറിച്ച് ഇതിനേക്കാൾ മോശമായ വാക്കുകളൊക്കെ പറഞ്ഞുണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഒറ്റബുദ്ധികൾ എന്ന വിളി വെറുതെ വിളിക്കുന്നതല്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. മോദി വലിയവനാണ്, രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ അമിത്ഷായും വലിയവനാണ്, രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുമാണ്. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ വ്യക്തിയുടെ പേര് ഡോക്ടർ ബാബാ സാഹിബ് ഭീംറാവു അംബേദ്കർ എന്നാണ്. ഒരർത്ഥത്തിൽ, അല്ല, എല്ലാ അർത്ഥത്തിലും ഈ അംബേദ്കറെക്കാളും വലുതല്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ആരും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും നാവുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കെ സുരേന്ദ്രനായാലും ആരും അംബേദ്കർ എന്ന വ്യക്തിക്ക് തുല്യനല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ അംബേദ്കറെ ആവശ്യമില്ലാതെ ഒരു ചർച്ചയിൽ വലിച്ചിട്ട് നാട്ടുകാരുടെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്ന സംഭവത്തിന് കാരണക്കാരായവരെ ഒറ്റ ബുദ്ധികൾ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ചൂടും ചൂരും സംഖ്യകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യം മുഴുവൻ പ്രതിഷേധമുയരുന്നുണ്ട്. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ചൊവ്വാഴ്ചത്തെ പ്രസംഗത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചുവെന്നാണ് പ്രതിപക്ഷ എംപിമാർ ആരോപിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രസ്താവനയിൽ അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ പ്രവർത്തകരെ ഈ ഒറ്റ ബുദ്ധികൾ എന്ന് വിളിക്കുന്നതിന് കാരണം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. സത്യം, അവരോടുള്ള എതിർപ്പ് മൂലം കളിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിളിക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. സാമാന്യ ബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അംബേദ്കറെ പോലുള്ള വ്യക്തികളെയൊക്കെ പരാമർശിക്കുമ്പോൾ പരമാവധി മാന്യതയോടെ ആയിരിക്കും അത് ചെയ്യുന്നത്. എന്നാൽ തങ്ങളാണ് വലുത്, തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ BJP-ക്കാർ അതൊന്നും ചിന്തിക്കുന്നില്ല. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുകയാണ്. എന്നാൽ ഈ പറച്ചിലാണ് ഇവരുടെയൊക്കെ കൂട്ടായ്മയായ കേന്ദ്ര സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. തീർച്ചയായും ഉടൻ തന്നെ അക്കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടന്നു വരികയാണല്ലോ. ചൊവ്വാഴ്ച രാജ്യസഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന് മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം ഡോക്ടർ ഭീംറാവു അംബേദ്കറെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഇപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അംബേദ്കർ, അംബേദ്കർ, അംബേദ്കർ ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവനാമങ്ങളാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത് എങ്കിൽ 7 ജന്മം നിങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നു. നല്ല കാര്യമാണ്. അംബേദ്കറുടെ പേര് എടുത്തു പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഇനിയും 100 തവണ കൂടി നിങ്ങൾ അംബേദ്കറുടെ പേര് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അംബേദ്കറിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇക്കാര്യത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കറിന് രാജ്യത്തെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള പെരുമാറ്റത്തിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് അംബേദ്കർജി പലതവണ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ വിദേശ നയത്തോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 ഞാൻ യോജിക്കുന്നു എന്നും അംബേദ്കർ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത്. ഇത്രയും കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞത്. അതായത് തുടർച്ചയായ പാർശ്വവൽക്കരണം കാരണം അദ്ദേഹം രാജ്യത്തെ ആദ്യ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതായത് അംബേദ്കർ എന്ന നാമത്തിനു പകരം അത്രയും തവണ ദൈവനാമം വിളിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകുമായിരുന്നു എന്ന് ബോധമുള്ളവർ ആരെങ്കിലും പറയുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ
ആ പറഞ്ഞ അമിത്ഷായും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിയോട് എത്രമാത്രം ബഹുമാനമാണ് പ്രകടിപ്പിക്കുന്നത് എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ അതിശക്തമായ പ്രതിഷേധമാണ് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷാ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം. അംബേദ്കറുടെ പേര് എത്ര തവണ വിളിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ ദൈവത്തിൻ്റെ പേര് വിളിച്ചാൽ നിങ്ങൾ 7 ജന്മവും സ്വർഗത്തിൽ പോകുമെന്ന് അമിത്ഷാ പറഞ്ഞതായാണ് ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. അതായത് ബാബാ സാഹിബിൻ്റെ പേരിനെ ഇത്തരത്തിൽ അപമാനമായ രീതിയിൽ പരാമർശിക്കുന്നത് കുറ്റകരം തന്നെയാണ്. ആ സമയത്ത് ഞാൻ കൈ ഉയർത്തി അദ്ദേഹത്തെ സംസാരിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എന്നും ഖാർഗെ പറഞ്ഞു. ബാബാ സാഹിബ് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ എക്സിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അമിത്ഷാ പാർലമെന്റിൽ ബാബാ സാഹിബ് അംബേദ്കറെ എങ്ങനെ കളിയാക്കുന്നുവെന്ന് കാണുക എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. ആരെയും ഒന്നായി കണക്കാക്കാത്ത അഹങ്കാരികളായി ഈ BJPക്കാർ മാറിയിരിക്കുന്നു എന്നും കെജ്രിവാൾ പറഞ്ഞു. മിസ്റ്റർ അമിത്ഷാ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെക്കാളും ഒട്ടും താഴെയല്ല. ഒരാൾ മരിച്ചാൽ അതിനുശേഷം അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നതെന്നും അറിയില്ല. സ്വർഗമുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ ബാബാ സാഹിബ് അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരെയും പീഡിതരെയും ദരിദ്രരെയും ദളിതുകളെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്നറിയാം. ബാബാ സാഹിബിനെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ജയ് ഭീം എന്ന സംബോധനയോടെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിനിടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്വേഷ നുണകൾക്ക് തങ്ങളുടെ വർഷങ്ങളായുള്ള ദുഷ്പ്രവൃത്തികൾ മറയ്ക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനുള്ളതെന്നും ആളുകൾക്ക് സത്യം അറിയാമെന്ന് പറഞ്ഞും അമിത്ഷാ നടത്തിയ പരാമർശത്തിൻ്റെ വീഡിയോ മോദി പങ്കുവച്ചിട്ടുണ്ട്. അംബേദ്കറോട് കോൺഗ്രസ് അനീതി ചെയ്തു. അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് 2 തവണയാണ്. നെഹ്റു അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. ഭാരത് രത്ന നിഷേധിച്ചു. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം വയ്ക്കുന്നതിന് സ്ഥലം നിഷേധിക്കുകയും ചെയ്തു. വീണുകിടക്കുന്ന കൂട്ടുകാരനെ താങ്ങിയെടുക്കുന്നതിനിടയിൽ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കൂടി മോദി മൊഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ കുഴിയിലേക്കാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ചെന്ന് ചാടിയത്. കളിച്ച് കളിച്ച് തലയെ കയറി കളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ചൊറിഞ്ഞ് ബാബാ സാഹിബ് അംബേദ്കറെയും കയറി ചൊറിഞ്ഞത്. എന്തായാലും ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ചെറിയ അനക്കമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷത്തോടെ അല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ബീഹാറിൽ ചെന്ന് നിതീഷ് കുമാറിൻ്റെയും ആന്ധ്രാപ്രദേശിൽ ചെന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെയും മറ്റു 1-2 പേരുടെയുമൊക്കെ കാലും കൈയും പിടിച്ച് പൊന്നണ്ണാ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നാണം കെടും എന്ന് പറഞ്ഞ് സഹായം ഇരന്നു വാങ്ങിയാണ് ആ പിന്തുണയിൽ രാജ്യം ഭരിക്കുന്നത്. ഇതിൽ പലർക്കും അംബേദ്കറിനെ പറഞ്ഞാൽ നോവും. ഇതാണ് BJPയുടെ മനസ്സിലിരിപ്പ് എന്ന് വ്യക്തമായാൽ തീർച്ചയായും ചില മാറ്റങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾ തങ്ങളുടെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ. ഏതെങ്കിലും ഒരു ഘടകകക്ഷി പിണങ്ങിയാൽ കാര്യമറിയാമല്ലോ, ഒന്നോടുകൂടി മൂട്ടിൽ വീഴും. എന്തായാലും പലരും പിണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അംബേദ്കറിൻ്റെ പേര് പറയുന്നത് ഫാഷനാണ് പോലും. ഏറ്റവും ആദരണീയനായ ബാബാ സാഹിബ് ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ ചരിത്രപരമായ സംഭാവനയ്ക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനും അപമാനമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെന്ന് ചൂണ്ടിക്കാട്ടി ആസാദ് സമാജ് പാർട്ടി തലവനും ലോക്സഭാ MP-യുമായ ചന്ദ്രശേഖർ ആസാദ് രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും ആദരണീയനായ ബാബാ സാഹിബ് ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ പേര് പറയുന്നത് ഒരു ഫാഷനല്ല, മറിച്ച് കോടിക്കണക്കിന് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് നീതിയും അവകാശങ്ങളും നൽകിയ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹിക മാറ്റത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും പ്രതീകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വിവേകശൂന്യതയുടെ ലക്ഷണം മാത്രമല്ല, സാമൂഹിക ഐക്യത്തോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള അനാദരവിൻ്റെ അടയാളം കൂടിയാണ്. ഇത് പൊറുക്കാനാവാത്തതാണ്. ഭാരത് രത്ന ബാബാ സാഹിബ് ഡോക്ടർ ഭീംറാവു അംബേദ്കറിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായും ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
ഇക്കൂട്ടത്തിൽ വളരെ പ്രസക്തമായ മറുപടിയാണ് കോൺഗ്രസ് എംപിയായ മാണികം ടാഗോർ നടത്തിയത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് കണ്ടത് അമിത്ഷാ തന്റെ അംബേദ്കർ വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ്. അംബേദ്കറുടെ പൈതൃകം അങ്ങനെ ഒരിക്കലും നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അംബേദ്കറുടെ പൈതൃകമെന്നാൽ OBC, SC, ST തുടങ്ങിയ അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്കും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയുള്ള ശബ്ദമാണ്. മനുസ്മൃതി അംഗീകരിക്കുന്നവരുടെയും സവർക്കറുടെയുമൊക്കെ ചിന്ത ബാബാ സാഹിബ് അംബേദ്കറിന് എതിരായിരിക്കുമെന്ന് നമുക്കറിയാം. ഞങ്ങൾ അവരെ ജയിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ പോരാടും, അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഇന്നലെ കൊണ്ടൊരു കാര്യം അമിത്ഷായ്ക്കും കൂടെയുള്ള BJPക്കാർക്കും മനസ്സിലായി കാണും. ഈ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരൊറ്റ വ്യക്തിയായിരുന്നില്ല എന്നുള്ള കാര്യം. അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു കൂട്ടായ്മയുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തലവനായിരുന്നു. നിങ്ങൾ 10 പേരെ എടുത്തു നോക്കൂ, അതിൽ 6 പേരും അംബേദ്കറെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കും. അംബേദ്കറെ ഇതേപോലുള്ള ഏതെങ്കിലും സംഘികൾ പരിഹസിച്ചാൽ അവർക്ക് പൊള്ളും. അത്തരത്തിലുള്ള കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. മരിച്ചുപോയ സവർക്കർ ഒന്നുകൂടി പുനർജനിച്ചു വന്നാൽ പുള്ളിക്കാരൻ പോലും അംബേദ്കറിനെ കുറിച്ച് മോശം പറയാൻ ഒന്നാലോചിക്കും. എന്തായാലും അമിത്ഷായ്ക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. തൊട്ടാൽ പൊള്ളുന്ന വസ്തുവാണ് ഈ ബാബാ സാഹിബ് ഭീംറാവു അംബേദ്കർ എന്ന്.